ഫ്രണ്ട്സ്. ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കൊരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഉണ്ട്. അവരിലേക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ രാജ്യത്തിന് വേണ്ടി അത് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നമ്മുടെ സൈനികർ എല്ലാവരും അതിർത്തിയിൽ ഉറക്കം പോലും കളഞ്ഞ് ഭക്ഷണം കഴിക്കാനില്ലാണ്ട് അവർ ഭക്ഷണവും ഉറക്കവും ഒക്കെ കളഞ്ഞ് നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോൾ, കുരിശ് വരയ്ക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം നമ്മുടെ ജവാന്മാരെയും കൂടി ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുക. അവർക്ക് ആപത്തും അനർത്ഥങ്ങളും ഒന്നും ഉണ്ടാവാതെ ജീവിക്കാൻ പറ്റണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അവർക്കും ഫാമിലി ഉണ്ട്, അവർക്കും കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും ഭാര്യമാരുണ്ട്. അവരെല്ലാവരും ഇവരുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ലീവിൽ പോയിട്ടുള്ള സോൾജേഴ്സിനെ പോലും തിരിച്ചു വിളിച്ചു എന്നാണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പം ഒരു വിഷമങ്ങളും ഇല്ലാതെ നമ്മൾ ഈ യുദ്ധം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബം, അവരെ കാത്തിരിക്കുന്നവർ, അവരുടെ പ്രിയപ്പെട്ടവരുടെ ചങ്കിൽ ഇപ്പോൾ തീയായിരിക്കും. നമ്മളാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക? അതേപോലെ വിചാരിച്ച് അവർക്ക് വേണ്ടി കൂടി ഇന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം. അപ്പോൾ എൻ്റെ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും അവർക്ക് വേണ്ടി ഒരാളെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് വലിയ വിജയമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വൈകിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന വീടായിരിക്കുമല്ലോ. ഒരു വീട്ടിൽ അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, എല്ലാ വീടുകളിലും. നമ്മുടെ ആവശ്യങ്ങളുടെ കൂടെ നമ്മൾ അവരെയും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ യുദ്ധം നമ്മൾ വിജയിക്കട്ടെ.